ആമസോൺ പ്രൈമിൽ ഇന്നൊരു സിനിമ റിലീസ് ചെയ്തു. ഇതുവരെ പിന്നെന്താ പറയുക, പുറത്തൊന്നും കേൾക്കാത്ത കേട്ടുകേൾവി ഇല്ലാത്തൊരു സിനിമയായിരുന്നു, ഒരു മലയാള സിനിമയാണ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അതിന് ട്രെയിലർ എടുത്ത് കണ്ടപ്പം കിടിലൻ ട്രെയിലർ. അങ്ങനെ ഈ സിനിമ കാണാനിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഫീൽ എന്തെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ക്രൂരമായിട്ട് ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി, അതായത് ആ നാട്ടിലെ ഒരു നാട്ടിൻപുറമായിരിക്കും, ഒരു മലയോര പ്രദേശമായിരിക്കും, ഒരു നാട്ടിൻപുറമായിരിക്കും. അവിടുത്തെ ദേവി എന്നറിയപ്പെടുന്ന ആ ഒരു നാട്ടിലെ ദേവിയായിരിക്കും ഈ ഒരു പെൺകുട്ടി എന്നുള്ളത്. കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയാണ്. അപ്പോൾ ഒരു കള്ളന്റെ സഹായത്തോടെ ഇതിന് കാരണമായവർക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നതാണ്. ഒരു പുൽക്കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് സിനിമയുടെ 90% ചിത്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിനിമയുടെ പേര് വരുന്നത് പുല്ല് റൈസിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരുപാട് എന്താ പറയുക, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ സിനിമയാണ്. 2021-22 ആ സമയത്താണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അമൽ നൗഷാദാണ്. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽപ്പെടുത്തുന്ന സിനിമയാണ്. സുർജിത് ഗോപിനാഥ്, ഹരിപ്രസാദ് ഗോപിനാഥൻ, ബിനു കെ പ്രകാശ്, ചിത്ര പ്രസാദ്, ക്രിസ്റ്റീന ഷാജി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതി പഴയ കാലത്ത് ജാതി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. മാടനും വമ്പനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കള്ളനും ഒരു ദേവിയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. ആ പുല്ലുകൾക്കിടയിലൂടെയാണ് പുല്ല് ഒരാളെയും കാട്ടും ഉയരമുള്ള പുല്ലായിരിക്കും. അതിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും. നമ്മൾ കൈമൽ ഉരഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ക്രാച്ച് വരുന്നതായിരിക്കും അതിന്റെ ഇലയുടെ പ്രത്യേകത എന്നുള്ളത്. ഏക്കർ കണക്കിന് ഈ ഒരു പുൽക്കാടായിരിക്കും. അതിനുള്ളിൽ കുടുങ്ങിപ്പോയാൽ പുറത്തേക്കുള്ള വഴി അറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് അതിനുള്ളിൽ കഴിയുന്ന ഒരു കള്ളനും അതിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന കുറച്ച് ആൾക്കാരും ഈ ദേവി എന്നറിയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയും. അവരാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇവരെ സമ്മതിക്കണം. അതിനുള്ളിൽ നിന്ന് 90% പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരുപാട് ഫൈറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്ക്രാച്ചുകൾ ഇവർക്ക് പറ്റിയിട്ടുണ്ടാവും ഈ പുല്ലിൽ. അത് സമ്മതിക്കണം. അതിന് വലിയൊരു കയ്യടി തന്നെ അവർക്ക് കൊടുക്കണം. സൂപ്പറായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് പെർഫോമൻസുകളൊക്കെ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. ക്യാമറ വർക്കും ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്കുകളാണ്. രാത്രി കാലത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുള്ളതാണ്. ടെക്നിക്കലായി നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ദൈർഘ്യം വരുന്നത് 1.5 മണിക്കൂർ. 1.5 മണിക്കൂറില്ല സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 1 മണിക്കൂർ 20 മിനിറ്റ് അങ്ങനെ എന്താണ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാവുന്ന നല്ലൊരു സിനിമയാണ്. ഒരു 18+ മൂവിയാണ്. അപ്പോൾ വയലൻസ് ഉണ്ട്. വയലൻസ് കാരണം വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല, എന്നാലും ഒരു 18+ എന്നുള്ള രീതിയിലാണ് അവർ സിനിമ ഇറക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഓവർസീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, പെർഫോമൻസുകളൊക്കെ പൊളിയായിരുന്നു. ടെക്നിക്കലി സൂപ്പറായിരുന്നു തന്നെ പറയാം. ടെക്നിക്കൽ സൈഡുകളൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളും അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേക്ക് ഒരു പോരായ്മയായി തോന്നിയ ചില ഡയലോഗുകളൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര സൗണ്ടിൽ വരുന്നതുകൊണ്ട് ഇവർ പറയുന്ന ചില ഡയലോഗുകളൊന്നും മനസ്സിലാവാത്ത രീതിയിൽ സംഭവങ്ങളുണ്ട്. അത് ചില ഭാഗങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല. അത് ഒഴിച്ച് ബാക്കി കിടിലൻ സിനിമയാണ്. ഒരു സർവൈവൽ മൂവി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് സംഭവം. കണ്ടു നോക്കുക. അവർ ഒരു കുറഞ്ഞ ലോ ബജറ്റിൽ കുറഞ്ഞ ചെലവിൽ കിടിലാക്കി ചെയ്ത ഒരു സിനിമയാണ് പുല്ല് റൈസിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക, സമയം വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സമയം വേസ്റ്റ് ആവില്ല. കണ്ടു നോക്കുക. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.